അച്ഛമ്മ ഉണ്ടാക്കുന്നേ? കുഞ്ഞുള്ളി പോത്തുവാരിയല്. എന്താ കയ്യില്? ഒന്നുമില്ല അച്ഛമ്മ. എന്താ നിന്റെ കയ്യിലിരിക്കണേ? കാണിച്ചു. ലഞ്ച് ബോക്സ് അല്ലേ ഇത്? ഇത് കഴിയില്ല. 2 ദിവസമായിട്ട് ഞാനിത് തപ്പി നടക്കാണ്. മണിക്കൂറുകൾ മതി ഇതിനുള്ളിൽ ബാക്ടീരിയകൾ ഉണ്ടാവാൻ. നിനക്ക് അതൊക്കെ അറിയാമോ? ഷോ, കുട്ടിയെ കൊണ്ട് ഞാൻ തോറ്റു. സോറി അച്ഛമ്മ, അറിയാണ്ട് പറ്റിയത്. സോറി, അറിയാണ്ട് പറ്റിയത്രേ. പാത്രം കഴിയാണ്ട് വന്നിട്ട് അതിനെന്തിനാ കരയണേ? അച്ഛമ്മ വെറുതെ പറഞ്ഞല്ലേ. അച്ഛമ്മക്ക് നിന്റെ ആരോഗ്യമല്ലേ പ്രധാനം. ഇതിനൊക്കെ ഉള്ള വഴിയേ ഈ അച്ഛമ്മയുടെ കയ്യിലുണ്ട്. പിന്നെ നീ എന്തിനാ കരയണേ? എക്സോ ആന്റി ബാക്ടീരിയൽ സൂപ്പർ ജെൽ. മോള് കുഞ്ഞായിരിക്കുമ്പോഴേ അച്ഛമ്മ ഇത് ഉപയോഗിച്ചോണ്ടിരുന്നത്. അന്നിതേ എക്സോ ബാറായിരുന്നു. ഇപ്പോഴാണിത് ജെൽ ഫോർമാറ്റ് ആയത്. അച്ഛമ്മക്ക് ഉറപ്പാണോ ഇതുകൊണ്ട് എന്റെ ലഞ്ച് ബോക്സിലെ ബാക്ടീരിയ സ്മെല്ലൊക്കെ പോകുന്നു? പിന്നല്ലാതെ. അച്ഛമ്മ ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ. നോക്കിക്കോ. ഒന്ന് മണത്ത് നോക്കി. ശരി അച്ഛമ്മ. എക്സോ സൂപ്പർ ജെൽ പാത്രങ്ങളുടെ സാനിറ്റൈസറാണ്. പാത്രങ്ങളുടെ സാനിറ്റൈസറോ? പിന്നല്ലാതെ. പാത്രങ്ങൾക്ക് ബാഡ് സ്മെല്ല് വരുന്നത് ബാക്ടീരിയ കാരണമല്ലേ. എക്സോ ബാക്ടീരിയകളെ എല്ലാം കൊന്നും പാത്രങ്ങൾക്ക് നല്ല മണം തന്നില്ലേ? ശരിയാണ് കേട്ടോ. നല്ല ക്ലീനും ആയിട്ടുണ്ട്, ഫ്രഷ് സ്മെല്ല്. താങ്ക് യു അച്ഛമ്മ. അച്ഛമ്മയുടെ എക്സോ സൂപ്പർ ജെൽ ശരിക്കും സൂപ്പറാണ്. ഇനിയിപ്പോ എനിക്ക് പാത്രം ഒന്നും കഴുകണ്ടല്ലോ. നിനക്ക് എന്റെ സ്വഭാവം അറിയില്ല കേട്ടോ. ചുമ്മാ പറഞ്ഞല്ലേ അച്ഛമ്മ കുട്ടി. എക്സോ ഫാമിലി, ഹെൽത്തി ഫാമിലി. അച്ഛമ്മോ, അപ്പൊ എപ്പിസോഡ് തുടങ്ങിയാലോ? പിന്നെന്താ. എക്സോ ആന്റി ബാക്ടീരിയൽ സൂപ്പർ ജെൽ കിച്ചൺ സ്റ്റോറീസ് കോ പവർഡ് ബൈ ആറ്റർബർഗ് മിക്സർ ഗ്രൈൻഡർ. പെർഫെക്റ്റ് ഗ്രൈൻഡിംഗ്, മാജിക് ടേസ്റ്റ്. മിൽമ, കേരളം കണി കണ്ടുണരുന്ന നന്മ. ഇലക്ട്രോണിക്സ് പാർട്ണർ പിട്ടാപ്പള്ളി ഏജൻസീസ്. The most trusted name in TV, mobile and appliances. അപ്പൊ അച്ഛമ്മ ഇന്ന് ചെറിയുള്ളി ബീഫ്, കുഞ്ഞുള്ളി ബീഫ് വാരിയല്ലേ? അച്ഛമ്മ നല്ല മണമുണ്ടല്ലോ. ഇതിനകത്ത് എന്തൊക്കെ ചെയ്താ ബോയിൽ ചെയ്തിരിക്കുന്നേ? ഇപ്പൊ ഇതിൽ മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, പിന്നെ കറിവേപ്പില, ഇഞ്ചി. ഇനി ഇത് ഇങ്ങനെ ഇത്തിരി വെന്ത് വരുമ്പോഴേക്ക് ഇതിലേക്ക് ഇതേ നമ്മൾ ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, തക്കാളി, പച്ചമുളക് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയിട്ട് ഇതിലേക്ക് ഇടണം. ഒന്നും തിളച്ചു വരുമ്പോൾ എടുത്ത് മാറ്റി റോസ്റ്റ് പോലെ അല്ലേ? ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇത് നമ്മുടെ യൂട്ടിലിറ്റിയുടെ തവയല്ലേ? പിന്നല്ലാതെ. ഇതിപ്പോ നമ്മൾ ഇങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കും അല്ലേ? ഇത് റോസ്റ്റ് ചെയ്തെടുക്കും. അല്ല, എന്താ കൂടെ കഴിക്കാൻ? കൂടെ കഴിക്കാൻ ഒരു പ്രത്യേക സാധനമാണ്. എന്താ? റവ ഗീ റോസ്റ്റ്. റവ ഗീ റോസ്റ്റ് കൊള്ളാലോ. നമുക്കിത് എണ്ണ ഒഴിക്കാം. എണ്ണന്ന് പറഞ്ഞാൽ എന്താ വിചാരിച്ച വെളിച്ചെണ്ണയാണ് കേട്ടാ. ചെറിയുള്ളി, കൊച്ചുള്ളി. ഇത് ഒന്നിങ്ങനെ ഒന്ന് വാടി വരുമ്പോ ഓരോന്നോരോന്നായിട്ട് ഇടണം. അതില് തക്കാളി ലാസ്റ്റ് ഇട്ടാൽ മതി കേട്ടാ. തക്കാളി പെട്ടെന്ന് ഇതാവുമല്ലോ. ഓരോന്നല്ല ഇട്ടോ. കരിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പൊടിയിടാം. അച്ഛമ്മന്റെ കൈ നീറുവോ പച്ചമുളക് എടുത്തിട്ട്? ഇല്ല 2 പച്ചമുളക് എടുക്കുമ്പോഴേക്കും എങ്ങനെയാ കൈ നീറുന്നത്? എന്റെ കൈ പെട്ടെന്ന് നീറുവന്നേ. പിന്നെ ഇള്ളക്കുട്ടിയല്ലേ. അച്ഛമ്മയുടെ കൈ നീറത്തില്ല? എവിടെ നിന്ന്? അച്ഛമ്മക്കൊക്കെ ഇത്ര പ്രായമില്ലടാ. അപ്പൊ ഇതിനകത്ത് മസാല ഒന്നും ഇടണ്ടേ? പൊടികള് അത് ഒന്നും ഇതാവട്ടെ, ക്ഷമിക്ക്. നീ ആ പൊടികളൊക്കെ ഇങ്ങോട്ട് എടുത്തുണ്ട്. ഇത് നന്നായിട്ട് വഴക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടി ഇടാനുള്ള സമയമായി. അപ്പോൾ കുറച്ച് മുളക് പൊടി, ഇനി മല്ലിപ്പൊടി 1 സ്പൂൺ. ഇതല്ലേ മല്ലിപ്പൊടി? മല്ലിപ്പൊടി പോലും ഒക്കെ അറിയില്ല. അത് 2 എണ്ണം ഒരുപോലെ ഇരിക്കുന്ന അച്ഛമ്മ. ഇനി 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിനൊക്കെ മണമൊക്കെ കൊടുക്കാനായിട്ട് ഗരം മസാല പൊടി അത് 2 സ്പൂൺ ഇട്ടു. ഇത് എത്ര നേരം എടുത്ത് വേവിക്കാൻ? അതെ, ചെറിയ തീയിൽ വേവിക്കണം. പതുക്കെ ഇരുന്ന് വേവുമ്പോഴാണ് അതിലെല്ലാം അരപ്പൊക്കെ പിടിക്കുള്ളൂ. സ്ലോ കുക്ക്ഡ്. അത് തന്നെ. ഇത് ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബീഫിലേക്ക് എത്തിക്കാം. എന്താ ഇത്? ഇത് തേങ്ങാപ്പാല്.
ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുക. എന്താ ഇത് 1 പാലാണോ 2 പാലാണോ? ഇത് 1 പാല്. ഓ, നല്ല ക്രീമി ആയി കിട്ടും അല്ലേ? നല്ല ക്രീം, നല്ലൊരു മണവും നല്ലൊരു കളറും ഒക്കെ ഉണ്ടാവും. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് ഇതിലേക്കൊന്ന് പിടിക്കണം. ഇനി ഇതിൽ ഉപ്പുണ്ടോ എന്ന് നോക്കുന്നു. അച്ഛമ്മ എനിക്ക് ചൂട് പേടിയാ. അതാണോ? നോക്കട്ടെ. അടിപൊളി. എന്തായാലും കൊച്ചുള്ളി ബീഫ് ഓയിൽ പുളിച്ചമ്മ സൈഡ് ഡിഷ് എന്തേ ഉണ്ടാക്കാൻ പോലെ എന്തൊക്കെ വേണം അച്ഛമ്മ? ഇതെടുക്കട്ടെ? എടുത്തോ. ഇനി നമുക്കതേ ഇതിലേക്ക് റവ കുറച്ചിട്ടു, കുറച്ച് ഗോതമ്പ് പൊടി ഇട്ടു, കുറച്ച് വെള്ളം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിടണം, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി ഇത് ഓരോന്നോരോന്നായിട്ട് ഇടണം. ചെറിയ ഉള്ളി ഇട്ടു, ചെറിയുള്ളി, കരിവേപ്പില, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, മല്ലിയില. മല്ലിയില നല്ല മണമൊക്കെ കിട്ടാൻ. മിൽമയില്ലാത്ത ഒരു പണിയില്ല. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. പാൻ കാണുന്നില്ലേ? ഇല്ല, എവിടെ വെച്ച്? ഞാൻ എവിടെയോ വെച്ചതാണല്ലോ. തവയല്ലേ എവിടെ പോയി? താഴെ നോക്കിയോ? ഇല്ല, താഴെ നോക്കിയേ. അതേ ഇരിക്കുന്നു. ഞാൻ ഇതെടുത്ത് അങ്ങോട്ട് വെക്കട്ടെ. ഞാൻ ഇവിടുത്തെ സാധനങ്ങളും അങ്ങ് മാറ്റി തരാം. ഇതിനിപ്പോ ആവശ്യമില്ലല്ലോ. അതും ഇതൊക്കെ അങ്ങ് മാറ്റിക്കും. ഓക്കെ. അച്ഛമ്മ, ഇത് യൂട്ടൻസിലിന്റെ തവയല്ലേ? അതെ. നല്ല ക്രിസ്പി ദോശ കിട്ടുമല്ലോ. പിന്നെ അതുകൊണ്ട് അധികം ഓയിലൊന്നും വേണ്ടി വരില്ല. ഓ, മിൽമ, കേരളം കണി കണ്ടുവരുന്ന നന്മ. ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം. പെട്ടെന്ന് ഇട്ട് വരുന്നുണ്ടല്ലേ? പെട്ടെന്ന് വരും. അതല്ല ഈ പാത്രത്തിന്റെ ഒരു ഗുണം. നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ ദോശക്കല്ലിലെല്ലാം ഉണ്ടാക്കുക. നല്ല പാടാണ്. നല്ല എണ്ണയൊക്കെ എടുത്ത് വലിയ കട്ടിയുള്ള കല്ലായിരിക്കും. അച്ഛമ്മ യൂട്യൂബിന്റെ ആളല്ലേ? ഈസി പീസി കുക്കിംഗ്. ഇനിയിപ്പോ ഇതിലേക്ക് നമ്മുടെ ചെറിയുള്ളി പോത്തും കാലും കൂടെ വരുമ്പോ എങ്ങനെയായിരിക്കും? എന്റെ അമ്മ ഒന്നും പറയാനില്ല. വെറൈറ്റി കോമ്പിനേഷൻ ആണല്ലോ. പിന്നല്ലാണ്ട്. ചൂട് ദോശ പോരട്ടെ? ചൂട് ദോശ പോരട്ടെ എന്നൊക്കെ പറയുന്ന കേട്ടോ. നിനക്ക് എന്താ ആവശ്യത്തിന് വിളിക്കുന്നവരുണ്ടല്ലോ. അല്ല, സംഗതി ഗസ്റ്റിന്റെ ഒപ്പം ഞാനും കഴിക്കുമല്ലോ. വേണമെങ്കിൽ ആദ്യം ഞാൻ ടേസ്റ്റ് ചെക്ക് ചെയ്യാം. അല്ല, അപ്പൊ നിന്റെ ഇതൊന്നും ഉണ്ടാക്കുന്നില്ലേ? എന്താ നീ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്? അതൊക്കെ ഒരു വെറൈറ്റി ഐറ്റം ആണ്. ചിക്കൻ കീമ മാക്രോണി. ഇല്ലല്ലോ. ഇല്ലില്ല, അതാണ് എപ്പോഴാ ഉണ്ടാക്കണോ? അത് അവര് വന്നിട്ട് അവരുടെ മുമ്പിൽ വെച്ച് അങ്ങനെയാണോ ഉണ്ടാക്കാനായിട്ട്? അങ്ങനെയാണ് അവരെ കാണിച്ചോണ്ട് ഉണ്ടാക്കാൻ അല്ലേ? അങ്ങനെയും പറയാം. ഞാനേ ഇതൊന്നും കൊണ്ടുവയ്ക്കട്ടെ. അച്ഛമ്മ, നമ്മൾ കുക്ക് ചെയ്തിട്ട് ഒരു ദൂരം എത്തിയില്ലല്ലോ. എന്താണോ അവരിത്ര വൈകുന്നത്? ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ചു നേരം അപ്പുറത്ത് വരുന്ന റിലാക്സ് ചെയ്യാം. Okay, why not? Come on. ഈ കളി എങ്കിലും ജയിക്കണം കേട്ടോ അച്ഛമ്മ. ഓ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാനല്ലേ ജയിച്ചത്? എങ്ങനെ എങ്ങനെ കഴിഞ്ഞതിന്റെ മുമ്പത്തെ പ്രാവശ്യം. കഴിഞ്ഞതിന്റെ മുമ്പത്തെ പ്രാവശ്യം. അതെ. കളിക്കും. അല്ല, നീയാ ഇന്നാ പിടിച്ചോ. നിങ്ങൾ എത്തിയോ? ഹലോ. ഹായ് ചേച്ചി. നിങ്ങൾ എത്താൻ വൈകിയപ്പോഴേ ഞങ്ങൾ ചെറിയൊരു യുദ്ധത്തിലായിരുന്നു. അത് കാണാറുണ്ട്. നിങ്ങളുടെ കിച്ചൺ സ്റ്റോറീസേ നല്ല പോപ്പുലർ അല്ലേ? അച്ഛമ്മ, നമ്മൾ തല്ലുപിടിക്കുന്ന കാര്യേ നാട്ടുകാരൊക്കെ അറിഞ്ഞു തുടങ്ങി. ഇപ്പൊ നന്നാവണം. ആദ്യം നീ നന്നാവണം. അച്ഛൻ വലിയ നടി ഉണ്ടാക്കിയ അച്ഛൻ ആദ്യം നന്നാവണം. നീ അല്ലേ ഇന്നിപ്പോ വഴക്കുണ്ടാക്കിയത്? ഇന്ന് രാവിലെ അച്ഛമ്മയാണ് ചേച്ചി അടി ഉണ്ടാക്കിയത്. അയ്യോ, ഇനി അടികൂടല്ലേ? 2 എപ്പിസോഡ് നമ്മൾ അടി ഉണ്ടാക്കി. നാളെ നമ്മൾ അടി ഉണ്ടാക്കൂലടി. ഓട് വന്ന് നന്നായി. ഇവിടെ ഒരു സമാധാനക്കാരാണ്. ഇയാളുടെ പേരെന്താ? പ്രണവ്. പ്രണവ്. ഉണ്ണിക്കുട്ടൻ എന്ന് വിളിക്കാനാണ് ഇഷ്ടം. ഉണ്ണിക്കുട്ടൻ എത്രയല്ല പഠിക്കുന്നത്? 5th. ട്രിവാൻഡ്രത്തല്ലേ മോളുടെ വീട്? ട്രിവാൻഡ്രത്താണ്. കുറച്ചുകൂടി ഉള്ളിലോട്ടാണ്. പാലോട് എന്ന് പറയും, പച്ചപ്പാലോട്. ഞാൻ സീരിയൽ കാണാറുണ്ട് കന്യാദാനം. കാണുമ്പോ ഞാൻ സത്യമായിട്ട് വിചാരിച്ചില്ല ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിരുന്നു.
കൊച്ചിനെ കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയല്ലേ. അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞു ആവയുണ്ട് നമുക്ക് ഗസ്റ്റ് ആയിട്ട് കൂടെ കൊണ്ടുവരാമെന്ന്. എല്ലാരും പറയാറുണ്ട്. നേരത്തെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവില്ല? കുറച്ച് ജാതക പ്രശ്നം കാരണം വളരെ നേരത്തെ കെട്ടേണ്ടി വന്നു. വേറെന്തോ ജോലി ഉണ്ടായിരുന്നു. ഞാൻ പ്രീ പ്രൈമറി TTC ടീച്ചറായിരുന്നു. അഭിനയം മോഹം കാരണം ആ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു. അല്ല, അഭിനയത്തോട്ട് എങ്ങനെ എത്തിയേ? +2 കഴിഞ്ഞിട്ട് ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി പോയി. അവിടുത്തെ ഒരു സ്കിൽ കോഴ്സായിരുന്നു, ഡ്രാമ കോഴ്സ്. അപ്പോൾ അത് പഠിച്ച് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഈ ക്രൗഡ് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഓഡിയൻസിൻ്റെ മുമ്പ് പെർഫോമൻസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ആ ക്ലാസ് അറ്റൻഡ് ചെയ്തു. അതിൽ അവിടുത്തെ ടീച്ചർമാരുടെ ആ ഒരു മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഓക്കെ ആയി. അപ്പം ചോദിച്ചു, അപ്പോൾ അവർ ചോദിച്ചു എന്താ പറ്റുന്നുണ്ടല്ലോ, ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കും തോന്നി, മൈൻഡിൽ സെറ്റ് ചെയ്തു, എന്നെ കൊണ്ട് പറ്റുന്നുണ്ടല്ലോ, എന്നാൽ പിന്നെ എന്താ ഇതൊന്ന് നോക്കിക്കൂടെ എന്നുള്ള രീതിയിൽ ചെറിയ ചെറിയ എന്താ പറയുക റീലും അങ്ങനത്തെ വീഡിയോസും ഒക്കെ ചെയ്ത് പിന്നെ അതൊരു പാഷനാക്കി മനസ്സിൽ. കുറേ വർഷമായോ? ഇല്ല, ജസ്റ്റ് ഇപ്പോൾ ഒരു 4 വർഷമായി. ഞാൻ ആദ്യം ചെയ്തത് ഒരു സീരിയൽ തമിഴിലായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് പിന്നെ ഇതിലോട്ട്. അപ്പോൾ ആരാ വീട്ടിൽ കുക്ക് ചെയ്യുന്നത്? അത് പിന്നെ എൻ്റെ ചേട്ടൻ തന്നെയാ. എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അച്ഛൻ ഉണ്ടാക്കുന്ന ഫുഡാണോ ഇഷ്ടം, അമ്മ ഉണ്ടാക്കുന്ന ഫുഡാണോ ഇഷ്ടം? കൂടുതലും അച്ഛൻ ഉണ്ടാക്കണം. അതിനൊരു കാരണമുണ്ട്, ഞാൻ വീട്ടിലില്ലല്ലോ, അതുകൊണ്ടാ. അമ്മ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി തരുമോ ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോ? ഓ, അമ്മ ഉണ്ടാക്കുന്ന ഏറ്റവും സ്പെഷ്യൽ ഡിഷ് ഏതാ? അപ്പ. ഇന്ന് രാവിലെ ഗാനത്ത് പോലെ അപ്പൊ എന്ന് പറഞ്ഞോണ്ടിരിക്കുക. മോന് വേണ്ടിട്ടേ ഞങ്ങൾ വെറൈറ്റി കുറേ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. ഞങ്ങളെ പറഞ്ഞു ഒതുപ്പിക്കുന്നില്ല, നമുക്ക് കിച്ചണിലോട്ട് പോവാം. അശ്വതി ചേച്ചി, ഇവിടുത്തെ നമ്മുടെ എല്ലാ ഗസ്റ്റിനും ഒരു സ്പെഷ്യൽ വെൽക്കം ഡ്രിങ്ക് ഉണ്ടാവും കേട്ടോ. ഓറഞ്ച് ചില്ലി. ചില്ലിയോ? അപ്പൊ ഇതിന് മുളക് ഇട്ടിട്ടുണ്ടോ? ചെറുതായിട്ട്, പക്ഷെ അത്ര കരിയത്തൊന്നുമില്ല. തൽക്കാലം നിങ്ങൾ ഈ ജ്യൂസ് കുടിച്ച് ചില്ല് ചെയ്തിരിക്കും. അപ്പോഴേക്കും ഞാൻ എൻ്റെ ഒരു സ്പെഷ്യൽ ആയിട്ട് ഇറക്കുന്നുണ്ട്. മോ കുടിച്ചു നോക്കിയേ, എരിവുണ്ടോന്ന്? എന്താ എരിവുണ്ടാ? ടേസ്റ്റ് ഉണ്ടാ? കൊള്ളാം, നൈസ്. നീ ഉണ്ടാക്കുന്നില്ലേ? സമയം പോകുന്നുണ്ട്. അല്ല അശ്വതി, മോന് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സ് കൊടുത്തുവിടാറില്ലേ? എന്തൊക്കെ കൊടുത്തയക്കാറ്? അതിനുള്ള ഈസി സാധനങ്ങളാണ് കൊടുത്ത് കഴിക്കാറ്. നമ്മുടെ ഇതില്ലേ ബീട്രൂട്ട് മെഴുക്ക് വരട്ടിയുണ്ട്, അത് ഭയങ്കര ഇഷ്ടമാണ്. അത് കൊടുക്കാറുണ്ട്. പിന്നെ മുട്ട ജസ്റ്റ് ഒന്ന് എണ്ണയിൽ ഒഴിച്ച് അതിട്ട് ജസ്റ്റ് ഡ്രൈ ആയിട്ട് വരട്ടി അതൊക്കെ തന്നെയാ. സിമ്പിൾ സാധനം. ചോറ്. ഉണ്ണിക്കുട്ടാ, അച്ഛനെ കിച്ചണിലൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ആണോ? ഇന്ന് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഉണ്ടല്ലോ, ഇനി എന്ന് വേണമെങ്കിലും ഉണ്ണിക്കുട്ടനും അച്ഛനും ഈ സെറ്റ് ഉണ്ടാക്കാം. അമ്മ ഷൂട്ടിന് പോയാലും നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ റെസിപ്പിയൊക്കെ പറഞ്ഞുതരാം, അച്ഛനോട് പോയി പറയണം കേട്ടോ. നമ്മളൊരു ചിക്കൻ കീമ മാക്രോണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ചിക്കൻ വേണം. ചിക്കൻ ഒട്ടും എരിവില്ലാത്ത രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതിന് ഫസ്റ്റ് ഒന്ന് മിൻസ് ചെയ്തെടുക്കണം, ഒന്ന് അരച്ച് ഇച്ചിരി പേസ്റ്റ് പോലെ ആക്കി എടുക്കണം. അത് നമ്മുടെ ആറ്റം ബർഗിൻ്റെ മിക്സർ ഗ്രൈൻഡർ ഉണ്ട്. ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്താണെന്ന് അറിയോ ചേച്ചി? ഈ കുഞ്ഞു പിള്ളേരൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ശരിക്കും നല്ല ലോക്കാണ്. ഇത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അനങ്ങത്തില്ല, നമുക്ക് ഭയങ്കര സെക്യൂർഡ് ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റും. ഓ, അങ്ങനെ ആകുമ്പോൾ ഇത് പുറത്ത് തെറിച്ച് പോകത്തില്ല. അത് തന്നെ. അത് മാത്രമേ നമ്മൾ നാടൻ കല്ലിലൊക്കെ അരച്ചുണ്ടാക്കില്ല, അതേ ടേസ്റ്റ്. പിന്നെ ഈ ബ്ലേഡ് ഉണ്ടല്ലോ നല്ല ഷാർപ്പാണ് ചേച്ചി, ഒറ്റയടിക്ക് കീമ റെഡി. അപ്പോൾ നമുക്ക് കുറച്ച് ചിക്കൻ എടുത്തിട്ട് അതൊന്ന് മിൻസ് ചെയ്തെടുക്കാം. ലോക്ക് സെറ്റാണ്. പിന്നെ ചേച്ചി ഡിസൈനും കണ്ടോ, നല്ല സ്ലീക്ക് ഡിസൈനാ, ഒരു മോഡേൺ ടച്ച് ഉണ്ട്. പിന്നെ ചേച്ചി ഇത് ഭയങ്കര സെക്യൂർ ആണ്. ശരിക്കും എല്ലാ ലോക്കും വീണില്ലെങ്കിൽ ഇവിടെ റെഡ് കാണിക്കും. അപ്പൊ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാനും പറ്റും. പിന്നെ നമുക്ക് ഇതിന്റെ മുകളിൽ കൂടെ നോക്കാം. ഹോൾ ജാർ അങ്ങനെ ലിഡ് തുറന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഇതേ പാകമായിട്ടുണ്ട് കേട്ടോ. 2 അടിയേ വേണ്ടി വന്നുള്ളൂ. നമുക്കിനി ഇതിനെ ഈ ഒരു ബൗളിലോട്ട് തിരിച്ചു മാറ്റാം. അച്ഛമ്മ ഈ ജാറും കൊണ്ട് വെച്ചേക്കോ. നമ്മുടെ മിൻസ്ഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാ ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾസും ഇവിടെ ഉണ്ട്. ക്യാരറ്റ് ഉണ്ട്, ഓണിയൻ ഉണ്ട്, പിന്നെ 3 കളറിലെ ക്യാപ്സിക്കം. ഓണത്തിന് അത്തപ്പൂക്കൾ ഇട്ട മാതിരി ഉണ്ട്. ഇതൊന്നും അറിയാം, ഔട്ട്പുട്ട് വരുമ്പോ കണ്ടോളൂ, ഫുൾ പൂക്കള കളറായിരിക്കും ഇത്. അപ്പൊ നമ്മുടെ പാൻ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മിൽമാഗി, നമ്മൾ മിൽമാഗി ആയിട്ട് യൂസ് ചെയ്യാറ്. കാരണം എന്താ, നല്ല പ്യുവറാണ്, അതിൻ്റെ സ്മെല്ല് തന്നെ ഒത്തൻറ്റിക് ആണ്. ഇപ്പോൾ ഒരു 2-3 സ്പൂൺ ഗീ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക.
ഇനി നമുക്ക് അതിലോട്ട് ആദ്യം നമ്മുടെ വെളുത്തുള്ളി ചേർക്കാം. ഉണ്ണിക്കുട്ട കണ്ട് പഠിച്ചോണേ, അച്ഛനടുത്ത് പോയി പറയാനുള്ളതാണ് നമുക്ക്. എന്നിട്ട് ഒന്ന് പെട്ടെന്നൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അല്ല മോള് സിനിമ വല്ലതും ചെയ്തിട്ടുണ്ടോ? സിനിമ ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് സീരിയൽ ചെയ്യാനാണ് ഇഷ്ടം. സീരിയലാണ് വീട്ടിൽ ഇത് പോയി വരാം. അതെ അതെ, ഒരു ജോലി പോലെയാണ്, രാവിലെ പോയി വൈകിട്ട് വീട്ടിൽ. എങ്കിലും നമ്മുടെ ഒരു ഫാമിലി ആയിട്ട് എല്ലാവരും ഇരുന്ന് കാണുന്നത് സീരിയലാണല്ലോ. അതെ അതെ. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ടുണ്ടല്ലോ നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ കീമ ആക്കത്തില്ലേ, നന്നായിട്ട് ഇങ്ങനെ തരുന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിൽ ഉപ്പിടണ്ടേ? അയ്യോ മറന്നുപോയി, ഒരു മിനിറ്റ്. അച്ഛൻ എനിക്ക് ആ ബോക്സ് എടുത്ത് തരോ? നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മോന് പഠിച്ചിട്ട് ആരാവാൻ ആഗ്രഹം? ആർമി. ആർമിയാ? ഓ, വീട്ടിലാരെങ്കിലും ഉണ്ടോ ആർമി? ഇല്ല, വീട്ടിൽ ആർമി ആയിട്ട് ആരുമില്ല. പിന്നെ ഇവന്റെ വലിയച്ഛൻ പോലീസിലാണ്. അതവന് നല്ല ഇഷ്ടം. അല്ല അശ്വതി, ഇനി ടീച്ചിങ് പ്രൊഫഷൻ കംപ്ലീറ്റ് ആയിട്ട് വിട്ടോ? അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വിട്ടിട്ടില്ല. അപ്പോൾ ഞാൻ പഠിപ്പിച്ച സ്ഥാപനത്തിൽ എനിക്ക് ഇപ്പം പോയാലും ജോലിയുണ്ട്. പക്ഷേ ഇത് എനിക്ക് ഭയങ്കര ആഗ്രഹം, ഇഷ്ടം. 2 സീരിയലും കൂടെ കൊണ്ടുപോകാനായിട്ട് സമയം കിട്ടാറുണ്ടോ? സമയം ഓക്കെ, പക്ഷെ വീട്ടിലെ കാര്യങ്ങളാണ്. അതാ അവൻ പറഞ്ഞത്, അച്ഛനാണ് എല്ലാം. ഉണ്ണിക്കുട്ട നോക്കി വെച്ചോണം, വീട്ടിൽ പോയിട്ട് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് ഉണ്ടാക്കാനുള്ളതാണേ. അപ്പോൾ നമ്മുടെ 3 കളറിലുള്ള ക്യാപ്സിക്കം, റെഡ്, ഗ്രീൻ ആൻഡ് യെല്ലോ. പിന്നെ നമ്മുടെ സവാള ആൻഡ് ക്യാരറ്റ്. നമുക്ക് ഇത്തിരി മിക്സഡ് ഹെർബ്സ് ആഡ് ചെയ്യണം കേട്ടോ. ഇതിനകത്ത് ഇപ്പോൾ ഒറിഗാനോ ഉണ്ട്, റോസ്മേരി ഉണ്ട്, ചില്ലി ഫ്ലേക്സ് ഉണ്ട്. ചില്ലി ഫ്ലേക്സ് ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചിടാം, പക്ഷെ എരിവിന് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ആവാ. നമുക്കിനി കെച്ചപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കെച്ചപ്പ് ഇഷ്ടമാണോ? അത് ഭയങ്കര ഇഷ്ടം എനിക്കുണ്ട്. എനിക്ക് വെറുതെ ഇടയ്ക്ക് ഇഷ്ടമാ. കെച്ചപ്പ് എടുത്തിട്ടുണ്ട്, നമുക്ക് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് ഒഴിച്ചപ്പോ എന്നെ ഒരു നോട്ടം, അമ്മേ. ഇതിപ്പോ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കാണാൻ നല്ല ഭംഗിയല്ലേ? പിന്നെ അല്ല, നീ കഴിച്ചു നോക്കുമ്പോ അറിയാം ടേസ്റ്റ് ഉണ്ടോ. അത് സൂപ്പർ ആയിരിക്കും. ശിവാനി എല്ലാം ഉണ്ടാക്കി. ഞാൻ ഉണ്ടാക്കുന്ന എന്തെങ്കിലും പാളിയിട്ടുണ്ടോ? ഇല്ല, അതല്ല പറഞ്ഞ ആരുടെ കൊച്ചുമോള്? എന്റെ ഓ, അതങ്ങ് ഇഷ്ടപ്പെട്ടു. കിട്ടുമല്ലോ, അങ്ങനെ പറയല്ലോ, കൈപ്പുണ്യം വേണം. പാസ്ത എനിക്ക് ഇട്ട് തരുമോ? ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കാം. ഞാനിപ്പോൾ മാക്രോണാണ് എടുത്തേക്കുന്നത്. വേറെ എന്ത് പാസ്ത ആണെങ്കിലും നമുക്ക് നൂഡിൽസ് ഒക്കെ ഇല്ലേ, അതാണെങ്കിലും യൂസ് ചെയ്യാം. ദേവേട്ടൻ നിങ്ങളെല്ലാവരും അച്ഛനാണ് വിളിക്കുന്നത്? ആ അതെ അതെ, അച്ഛൻ അങ്ങനെ വിളിച്ചാലേ ഒരു ഇഷ്ടമുള്ളൂ. സാറിന് വിളിക്കുകയാണെങ്കിൽ പുള്ളി അപ്പോഴേ ഡൗൺ ആവും. ഞങ്ങൾ 5 പെമ്മക്കളും അച്ഛാന്ന് എന്നെ വിളിക്കണം. ഇപ്പൊ ഷൂട്ട് കഴിഞ്ഞു പോയാലും, ഷൂട്ടിൽ നിന്നാലും, ഷൂട്ടില്ലാണ്ടിരുന്നാലും അച്ഛ അച്ഛ അച്ഛ. ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എടുത്തു വരുമ്പോ പ്രോപ്പർ പൂക്കളം പോലെ ഇരിക്കും. ആ അതന്നെ. അച്ഛൻ ഒന്ന് പോയി അച്ഛമ്മ. പാകം, ഉപ്പ് പാകം, എരിവ് പാകം എല്ലാം. ഇനി മോളെ ഇവരും കൊണ്ട് ഡൈനിങ് ടേബിളിലേക്ക് വെക്കോ. ഞാൻ ഇതെല്ലാം സെറ്റ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുവരാം. ഓക്കെ. അവസാനം ഇത്തിരി മല്ലിലിട്ടേക്കണേ. ആ, ഇട്. അപ്പൊ ഉണ്ണിക്കുട്ടനാ, നമുക്കിനി അവിടെ പോയിരുന്നു സംസാരിക്കാം. Come on. Yes. മോനെ, അമ്മമ്മ ഉണ്ടാക്കിയ ബീഫ് തരട്ടെ, അതോ പാസ്ത വേണോ? പാസ്ത. അമ്മയ്ക്ക് ഒരു സ്പൂൺ കൊടുത്തച്ഛമ്മ. നല്ല ബീഫ് കൊടുക്കാം അല്ലേ? അപ്പൊ ഒരു വാരയിൽ അങ്ങനെ അങ്ങ് എടുക്കുമല്ലേ? ഇതുണ്ടല്ലോ, സ്ലോ കുക്ക് ചെയ്തേക്കുന്ന ബീഫാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഈ റവ ഗീ റോസ്റ്റും കൂടെ കൊടുത്തേ. ഹലോ, ഏതാ ഇഷ്ടപ്പെട്ടെ? പാസ്തയാണോ ബീഫാണോ? രണ്ടും ഇഷ്ടപ്പെട്ടു. ആരും വെറുപ്പിക്കുന്നില്ല. അതെ അതെ, ഇത് കഴിച്ചു നോക്കൂ. ദോശ ഇതാണ് കോമ്പിനേഷൻ. ഇനി ചേച്ചി കഴിച്ചിട്ട് അഭിപ്രായം പറയൂ. സൂപ്പർ. ഇതേനി ശിവാനി മോളുടെ പാസ്തയും കൂടെ നോക്കി എങ്ങനെയുണ്ട്. ടേസ്റ്റ് ഓക്കെ അല്ലേ? ടെസ്റ്റ് ഓക്കെ. അത് മതി. അതിനാണ് ഇത് മോഡൽ. രണ്ടും ഉണ്ട്. ഉണ്ണിക്കുട്ടന് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ? പാസ്ത. അമ്മയ്ക്കോ? എനിക്ക് ഈ വാര്യറിന്റെ ഗ്രേവി ഭയങ്കര ഇഷ്ടമായില്ലേ? ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളി. എക്സോ ആൻറ്റി ബാക്ടീരിയൽ സൂപ്പർ ജെൽ ഹെൽത്തി റെസിപ്പി കോൺടെസ്റ്റിൽ പങ്കെടുക്കുവാൻ നിങ്ങൾക്കും ഇതാ ഒരു സുവർണാവസരം.
നിങ്ങളുടെ കുട്ടികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹെൽത്തി റെസിപ്പി വീഡിയോയായോ ഫോട്ടോയായോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി സൂര്യ ടിവിയുടെ സോഷ്യൽ മീഡിയ പേജുകൾ സന്ദർശിക്കുക. ഇത്രയും ദൂരം ഇവിടം വരെ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അയ്യോ ഞങ്ങൾക്കും അല്ലേ ഉണ്ണിക്കുട്ടാ? ഫുഡൊക്കെ നല്ല സൂപ്പർ ആയിരുന്നു കേട്ടോ. നമ്മുടെ എക്സോ ആന്റി ബാക്ടീരിയൽ സൂപ്പർ ജെല്ലിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ ആണ്. ഓ താങ്ക് യു. അച്ഛന് കൊടുക്കാൻ ഒരു ഗിഫ്റ്റും കൂടി ഉണ്ട്. ആ, നമ്മുടെ okay. ആക്ടംബർഗിന്റെ മിക്സർ ഗ്രൈൻഡർ, പെർഫെക്റ്റ് ഗ്രൈൻഡിംഗ് മാജിക്കൽ ടേസ്റ്റ്. ഇത് നമ്മുടെ മിൽമയുടെ അടിപൊളി ചോക്ലേറ്റ്സും ഗീ ഒക്കെയാ. മിൽമ കേരളം കണി കണ്ടുകൊണ്ടിരുന്ന നന്മ. ഓക്കെ, ഇത് യൂട്ടൻസിൽസിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ ആണ്. അച്ഛന്റെ കുക്കിംഗ് ഈസി പീസി ആക്കാനായിട്ട് യൂട്ടൻസിൽസിൽ കുക്ക് ചെയ്യാട്ടോ. അച്ഛന് മാത്രമേ ഉള്ളൂ. മണവും ഗുണവും രുചിയുമുള്ള ശരിയായ കായം ബീബി കായം. കൃഷിക്കാരിൽ നിന്നും കസ്റ്റമേഴ്സിലേക്കുള്ള ഓർഗാനിക് പ്രൊഡക്ട്സ് ആണ് എലമെന്റ് ഫെയർ ഓർഗാനിക് പ്രൊഡക്ട്സ്. അപ്പൊ അടുത്ത ആഴ്ച ഇതേ സമയത്ത് കുറെ അടിപൊളി ഗസ്റ്റുകളുമായി ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും. എക്സോ ആന്റി ബാക്ടീരിയൽ സൂപ്പർ ജെൽ കിച്ചൺ സ്റ്റോറീസ് കോ പവർഡ് ബൈ ആറ്റംബർഗ് മിക്സർ ഗ്രൈൻഡർ, പെർഫെക്റ്റ് ഗ്രൈൻഡിംഗ് മാജിക്കൽ ടേസ്റ്റ്. മിൽമ കേരളം കണി കണ്ടുണരുന്ന നന്മ. ഇലക്ട്രോണിക്സ് പാർട്ട്ണർ പിട്ടാപ്പള്ളി ഏജൻസീസ്. The most trusted name in TV, mobiles and appliances. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.